ഏഴാം കടലിനപ്പുറം ഒരു രാജ്യത്ത് രണ്ട് ആൺമക്കളോടൊപ്പം ഒരു രാജാവ് താമസിച്ചിരുന്നു. ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരം ഉണ്ടായിരുന്നു. അതിൽ സ്വർണ്ണ ആപ്പിളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതിനെ പറിക്കാൻ ആർക്കും അവകാശമില്ല. ദിവസങ്ങൾക്ക് ശേഷം ആപ്പിളുകൾ തനിയെ അപ്രതീക്ഷിതമായി. ഇത് കണ്ട രാജകുമാരന്മാർ അച്ഛനോട് ആ ആപ്പിൾ എവിടെയെന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, അത് എല്ലാ വർഷവും ഒരു രാക്ഷസൻ വന്ന് എടുത്തുകൊണ്ടുപോകുമെന്ന്. ആ രാക്ഷസൻ വളരെ ശക്തനാണ്. ഇത് കേട്ട രാജാവിന്റെ ഇളയ മകൻ പറഞ്ഞു, ആ രാക്ഷസനോട് ഞങ്ങൾ രണ്ടു മക്കളും യുദ്ധം ചെയ്ത് അത് കൊണ്ടുവരാമെന്ന്. രാജാവ് പറഞ്ഞു, നിങ്ങളിൽ ആരാണോ ആ രാക്ഷസനോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നത് അവനാണ് ഈ രാജ്യത്തിന്റെ അടുത്ത അവകാശി. ഇത് കേട്ടപ്പോൾ രാജാവിന്റെ മൂത്ത മകന് അവൻ ആദ്യം പോവാമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ രാജാവിന്റെ മൂത്ത മകൻ രാക്ഷസൻ ആപ്പിൾ പറിക്കാൻ വരുന്നത് കാത്തു നിന്നു. രാക്ഷസന്റെ ഭീകരരൂപം കണ്ടതോടെ അവൻ അവിടുന്ന് പേടിച്ചോടി. അടുത്ത ദിവസം ഇളയ മകന്റെ ഊഴമായിരുന്നു. അവൻ രാക്ഷസനെ പിടികൂടാനായി മരത്തിൽ ചങ്ങലകൾ കെട്ടിവെച്ചു. രാക്ഷസൻ അവിടെ എത്തി ആപ്പിൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ രാക്ഷസന്റെ മുകളിലേക്ക് ചങ്ങല വീണു. അവൻ ചങ്ങല വലയത്തിലായി. അവന്റെ ശക്തി ഉപയോഗിച്ച് അത് പൊട്ടിച്ചു കളയുകയും ചെയ്തു. രാക്ഷസൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവന്റെ പിന്നാലെ രാജകുമാരന്മാരും ഓടി ഓടി അവർ ഒരു കിണത്തിന്റെ അടുത്തെത്തി. അതിനകത്തായിരുന്നു രാക്ഷസൻ പോയത്. രാജാവിന്റെ ഇളയ മകൻ മൂത്ത മകനോട് പുറത്തിറങ്ങാൻ അവനെ സഹായിക്കാൻ പറഞ്ഞു. ഇളയ കുമാരൻ കിണറ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. കിണറ്റിന്റെ അടിഭാഗത്തെത്തിയപ്പോഴാണ് അവൻ അവിടെ ഒരു മനോഹരമായ കൊട്ടാരം കണ്ടത്. അവൻ അതിനകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് അവൻ കണ്ടു. അവൾ അവനോട് പറഞ്ഞു, നിങ്ങളാണ് ഈ ലോകം ഭരിക്കാൻ പോകുന്നത് രാജകുമാരൻ. അങ്ങനെയുള്ള ഒരു രാജകുമാരന് മാത്രമേ ഈ രാക്ഷസനെ പിന്തുടരാൻ കഴിയൂ. ഇത് കേട്ട് ആ പെൺകുട്ടി ഒരു പടച്ചട്ട കൊടുത്തിട്ട് അത് അവന്റെ സഹോദരന് കൊടുക്കാൻ പറഞ്ഞു. അത് കയ്യിൽ കിട്ടുന്ന ആൾക്ക് ഈ ലോകം തന്നെ ഭരിക്കാൻ കഴിയും എന്നും പറഞ്ഞു. അവൻ ഈ കാര്യം സഹോദരനോട് പറഞ്ഞു. ഇത് കേട്ട സഹോദരൻ പടച്ചട്ട കൈക്കലാക്കിയ ശേഷം ഇളയ സഹോദരനെ കിണറ്റിൽ ഉപേക്ഷിച്ചു പോയി. ഇത് മനസ്സിലാക്കി അവൻ വീണ്ടും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി. അവൾ അവനെ ഒരു പാഠം പഠിപ്പിക്കാനായി അവന്റെ രാജ്യത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവന്റെ സഹോദരൻ ഒരു രോഗിയായി കിടക്കുന്നത് അവൾ കണ്ടു. ആ പെൺകുട്ടി അവന്റെ കൊട്ടാരത്തിലേക്ക് ഒരു ഡോക്ടറെ പോലെ അവനെ കാണാനായി ചെന്നു. അവൾ പറഞ്ഞു, നിങ്ങൾ ആരോടെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടോ? കള്ളം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് നിങ്ങൾ ഒരു രോഗിയായി മാറും. ഇത് കേട്ട് രാജകുമാരൻ സത്യങ്ങളെല്ലാം രാജാവിനോട് പറഞ്ഞു. അവൻ തന്റെ ഇളയ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരാമെന്നും പറഞ്ഞു. അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോഴേക്കും അവന്റെ ഇളയ സഹോദരൻ അവിടെ എത്തിയിരുന്നു. അവൻ തന്റെ സഹോദരനോട് മാപ്പ് പറഞ്ഞു. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് രാജ്യം ഭരിക്കാൻ തുടങ്ങി. രാജാവിന്റെ ഇളയ മകൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് രാജ്യം ഭരിക്കാൻ തുടങ്ങി. രാജാവിന്റെ ഇളയ മകൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു.